ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യപ്പെട്ടവരാണ്. നമ്മളെ ശരീരത്തിൽ അനുഗ്രഹം നൽകിയിട്ടുണ്ട്, സമ്പത്തിൽ അനുഗ്രഹം നൽകിയിട്ടുണ്ട്, അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ ഗഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ എന്റെ അദാബ് വളരെ ഗൗരവമാണ്, വളരെ ശക്തമാണ് എന്ന വിഷയം നിങ്ങൾ അറിയണമെന്ന് പരിശുദ്ധ ഖുർആൻ അറിയിക്കും. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് നമ്മുടെ സമ്പാദ്യം എന്നുള്ളത്. സമ്പത്തിനെ, സ്വർണത്തിനെയും വെള്ളിയെയും നിധിയായി, സേവിംഗ് അസറ്റായി, തന്റെ വലിയ സമ്പാദ്യമായി കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. വല്ലദീന യക്നിദൂന ദഹബ വൽ ഫിദ്ദ. അവൻ നേടിയെടുത്ത സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങളൊക്കെ വലാ യൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, പടച്ച റബ്ബിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതെ അതൊക്കെ എന്റെ സമ്പാദ്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലോ നമ്മുടെ അലമാരയിലോ നമ്മുടെ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റുകളോ നമ്മൾ നടത്തിയിട്ട് ആ സമ്പാദ്യം വെക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ, എന്റെ റസൂലിനോടുള്ള പറയാണ്, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും.